ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തെങ്ങിൻ പൂക്കുല ലേഹ്യം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. പൂക്കുല ലേഹ്യം ഉണ്ടാക്കാൻ വേണ്ടി അധികം മൂക്കാത്ത പൂക്കുലയാണ് വേണ്ടത്. നല്ല ഇളയ പൂക്കുലയാണ് ഇതിന് ആവശ്യം. ഇനി നമുക്ക് പൂക്കുല ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇതേപോലെ കട്ട് ചെയ്യാം. ഇതേപോലത്തെ ഇളയ ഈ പൂക്കുലയാണ് വേണ്ടത്. ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ തണ്ട് നമുക്ക് ഒഴിവാക്കാം. ഇതേപോലെ കട്ട് ചെയ്ത ശേഷം ഒരു പാൻ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം പൂക്കുല കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ പൂക്കുല വെന്ത് വന്നിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി പൂക്കുല ചൂടാറിയ ശേഷം മിക്സിൻ്റെ ജാറിൽ അടിച്ചെടുക്കാം. ഇതേപോലെ പേസ്റ്റാക്കി എടുക്കണം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ലേഹ്യത്തിന് ആവശ്യമായ സാധനങ്ങൾ: അര ചക്കര, അര ഈത്തപ്പഴം, അര ചെറിയ ഉള്ളി, 20 വെളുത്തുള്ളി, 2 തേങ്ങയുടെ പാൽ. ഇനി നമുക്ക് ഒരു ഉരുളി വെച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അരച്ചു വെച്ച പൂക്കുല ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം. ഇനി മിക്സിൻ്റെ ജാർ എടുത്ത് ചെറിയ ഉള്ളി, വെളുത്തുള്ളിയും ഇട്ട് അടിച്ചെടുക്കണം. ഇതേപോലെ പേസ്റ്റാക്കാം. ഇനി ഇത് ഇതിലേക്ക് ചേർക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഈത്തപ്പഴം ജാറിലിട്ട് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത പേസ്റ്റ് ഇതിലോട്ട് ചേർക്കാം. ഇത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഉരുക്കി അരിച്ച് വെച്ച ചക്കര ഒഴിക്കാം. ചക്കര ഒഴിക്കുന്ന വീഡിയോ ഇതിൽ ഷോർട്ടായതാണ്. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. ബാക്ക് പെയിൻ മാറാനും പ്രസവശേഷം സ്ത്രീകൾക്ക് കഴിക്കാനും നല്ലതാണ്. ഇത് കൈയെടുക്കാതെ ഇതേപോലെ ഇളക്കണം. അപ്പോൾ നമ്മുടെ പൂക്കുല ലേഹ്യം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.